ഹായ്, കീം എക്സാമുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുന്നതാണ് ശരിക്കും ഈ വീഡിയോ. സോ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാംസിന് വേണ്ടി നമ്മുടെ പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന കീം എക്സാമിൻ്റെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, അതായത് കീമിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു CBT മോഡ് പരീക്ഷയാണ് ശരിക്കും കീം വർഷം നടത്തുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രായോഗികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശരിക്കും ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വിദ്യാർത്ഥികൾ ഫേസ് ചെയ്ത് വരുന്നുണ്ട്. അത് നിങ്ങളിപ്പം ശ്രദ്ധിച്ച് കാണുന്നത് നിങ്ങൾക്ക് സെൻട്രൽ ലൊക്കേഷനിലായിക്കോട്ടെ, അതേപോലെ എക്സാം ടൈമിങ്ങിലായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ശരിക്കും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ആക്ച്വലി അത് ന്യായമായൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം സെൻട്രൽ ലൊക്കേഷൻ, പ്രത്യേകിച്ചും ഈ മഴയൊക്കെ നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് ദൂരെയൊക്കെ സെൻറ്റേഴ്സ് കിട്ടിയവരെ സംബന്ധിച്ചിടത്തോളം പരീക്ഷ എഴുതുന്നതിന് മുമ്പ് ഒരുപാട് നേരത്തെ തന്നെ എത്തിച്ചേരേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ അത് ശരിക്കും ഈ ഒരു CBT മോഡ്സിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെ ശരിക്കും നമ്മൾ കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അതൊന്നും നിങ്ങളുടെ പഠനത്തിനെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബാധിക്കരുത്. അത് നിങ്ങളിപ്പം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ, ഇപ്പോൾ കീം എക്സാം എന്തായാലും 5th സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ചു പോവുക. ഇപ്പോൾ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ്ലായിട്ട് നടക്കുന്നുണ്ട്. അതിലെ സ്ലൈഡുകളൊക്കെ റിവൈസ് ചെയ്ത്, സ്ലൈഡുകൾ റെഫർ ചെയ്ത്, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എക്സാമിന് നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക. സോ അതിന് വേണ്ടി ശരിക്കും നിങ്ങൾക്കിപ്പോൾ പറഞ്ഞപ്പോൾ നമ്മളിപ്പം ഇപ്പം കോഴിക്കോടൊക്കെ വെക്കുന്നവർക്ക് എറണാകുളത്തൊക്കെയാണ് കിട്ടുക, അല്ലെങ്കിൽ കോട്ടയത്ത് കാസർഗോഡ് വെച്ചവർക്ക് കോട്ടയത്ത് കിട്ടിയ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾക്കിപ്പം ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തന്നെ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അത് ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ശരിക്കും നമ്മുടെ പ്രവേശന പരീക്ഷാ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ താഴെ കാണുന്ന ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിൽ ഏതെങ്കിലും വിളിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സെൻറ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ശരിക്കും അവരോട് ചോദിച്ച് ക്ലാരിറ്റി വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവിടുന്ന് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ തന്നെ പ്രോപ്പറായിട്ട് സെൻറ്റർ അഡ്രസ്സും റിപ്പോർട്ടിംഗ് ടൈമും ഒക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു 1.5 മണിക്കൂറെങ്കിലും മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സെൻറ്ററിൽ എത്തിച്ചേരണം. കാരണം CBT എക്സാം ആയതുകൊണ്ട് തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നേരത്തെ തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക, കൂടെ നല്ല രീതിയിൽ പഠിച്ചു പോകാൻ ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് ഇത് തന്നെയാണ്. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് കീം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഡൗട്ട്സ് ചോദിച്ച് അത് നോക്കാവുന്നതാണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, CBT എക്സാം ആണെന്ന് പറഞ്ഞു, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ അത് എങ്ങനെ എഴുതണം, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ആൻസർ മാർക്ക് ചെയ്താൽ അതിൻ്റെ കളർ എങ്ങനെയായിരിക്കും, ആൻസർ ഇപ്പം റോങ് ആണ്, നിങ്ങൾ മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയാണ്, അതേസമയം നിങ്ങൾക്കൊരു ആൻസർ മാർക്ക് ചെയ്ത് അത് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ, അങ്ങനെ പല ഓപ്ഷൻസ് ശരിക്കും നിങ്ങൾക്ക് പ്രാക്ടീസ് ടെസ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു യഥാർത്ഥ CBT എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ അതിന് ബന്ധപ്പെട്ട കുറച്ച് പ്രാക്ടീസ് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എഴുതാനുള്ള ഒരു ഇനിഷ്യേഷൻ ആക്ച്വലി കിട്ടുകയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട്, അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് പോയി ഒരു കമ്പ്യൂട്ടർ എക്സാം ഫേസ് ചെയ്ത് അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ആദ്യമേ തന്നെ മാറ്റാൻ വേണ്ടിയാണ് ശരിക്കും നമുക്ക് പ്രവേശന പരീക്ഷാ കമ്മീഷൻ ആക്ച്വലി ഈ ഇത് തന്നിട്ടുള്ളത്. ഒരു പ്രാക്ടീസ് സെറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് മോക്ക് എക്സാംസ് തന്നിട്ടുണ്ട്. അത് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറുക. അപ്പം ആ സൈറ്റിൽ ആക്ച്വലി നിങ്ങളുടെ കീം കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് സെറ്റ്സ് അവൈലബിൾ ആണ്. സോ പ്രാക്ടീസ് സെറ്റ്സിൽ കയറി നിങ്ങൾക്ക് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യാം. സോ അത് ചെയ്യുന്നത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റഫ് ഷീറ്റ് അവിടെ റഫ് ഷീറ്റ് ഉണ്ടാവും. ആ റഫ് ഷീറ്റിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യണം. പക്ഷേ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട പരീക്ഷ മൊത്തം കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. നിങ്ങൾ ഓപ്ഷൻസ് മാർക്ക് ചെയ്യേണ്ടതും സമയം നോക്കേണ്ടതും എല്ലാം നിങ്ങളുടെ CBT, ദാറ്റ് ഈസ് നിങ്ങളുടെ കമ്പ്യൂട്ടർ മോഡിലാണ്. അപ്പോൾ അതിന് ഒന്ന് പരിശീലിപ്പിക്കുന്നത് ആവശ്യമാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പ്രധാനമായും നോക്കേണ്ട എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കരുതിയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ എക്സാമിനോട് അടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യുന്നതാണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ബെനിഫിഷ്യൽ ആക്കാൻ നോക്കുക, യൂസ്ഫുൾ ആക്കാൻ നോക്കുക. സൈറ്റ് ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അഡ്മിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് എന്ത് ചെയ്യുക, കയ്യിൽ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഒരു വാലിഡ് ഐഡൻറ്റിറ്റി കാർഡും കയ്യിലുണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പ്രവേശിപ്പിക്കത്തുള്ളൂ. സോ നല്ല പ്രോപ്പറായി പഠിച്ച് റിവൈസ് ചെയ്ത് അടിപൊളിയായി പരീക്ഷ എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ്.